നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഹെൽത്ത് ടിപ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ഐസ്ക്രീം കഴിച്ചാൽ ഹൃദയാഘാതം ഉണ്ടാകും എന്ന് പറയുന്നതിലെ വസ്തുതയാണ്. നമ്മളിൽ പലരും ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരും ആസ്വദിച്ച് കഴിക്കുന്നവരും ആയിരിക്കും. ചൂടായാലും തണുപ്പായാലും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു മധുരം കൂടെയാണ് ഐസ്ക്രീം. പക്ഷേ ആരോഗ്യം സംരക്ഷിക്കുന്നവർ പലരും ഒഴിവാക്കുന്ന ഒരു മധുരം കൂടിയാണിത്. പക്ഷേ ദിവസേന ഐസ്ക്രീം കഴിച്ചാൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഐസ്ക്രീം അമിതമായി കഴിക്കുന്നത് ഹൃദയാഘാതം, ഹോർമോണൽ തകരാറുകൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് മുംബൈയിലെ സർ എച്ച് റിലയൻസ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യനായ വേദിക പ്രമി പറയുന്നു. ഐസ്ക്രീമിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അഥവാ LDL അളവ് ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാൻ കഴിയും. ഇത് ഹൃദയാഘാതത്തിനും മറ്റ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഐസ്ക്രീമിന് പകരം എന്ത് കഴിക്കാമെന്ന് നോക്കാം. ഐസ്ക്രീമിന് പകരം ജെലാറ്റോസും സോർബൈറ്റും പോലുള്ള ആരോഗ്യകരമായ ഇതര മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലത്. ഇവയിൽ കൊഴുപ്പ് കുറവാണ് എന്നതിനാൽ ഹൃദയത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയില്ല. സോർബൈറ്റുകൾ വെള്ളത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ജെലാറ്റോകൾ പാലും ക്രീമും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഐസ്ക്രീമിനേക്കാൾ കൊഴുപ്പ് കുറഞ്ഞവയാണ് ജെലാറ്റോകൾ. എന്നിരുന്നാലും ഐസ്ക്രീമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കലോറി, കൊഴുപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് മനസ്സിലാക്കുവാനായി നൽകിയിരിക്കുന്ന ലേബലുകൾ വായിക്കേണ്ടത് അനിവാര്യമാണ്. ഫ്രഷായ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഐസ്ക്രീമുകൾക്ക് പാർശ്വഫലങ്ങൾ കുറവായിരിക്കും. പഴങ്ങൾ, നട്ട്സ്, കൊഴുപ്പ് കുറഞ്ഞ പാൽ എന്നിങ്ങനെയുള്ള ചേരുവകൾ ചേർത്ത ഐസ്ക്രീം കൂടുതൽ ആരോഗ്യകരമാകാം. സാധാരണ ഐസ്ക്രീമുകളിൽ കൊഴുപ്പും പഞ്ചസാരയും കലോറിയും കൂടുതലാണ് എന്നതിനാൽ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കണമെങ്കിൽ സാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ കുറയ്ക്കേണ്ടതുണ്ട്. രണ്ട് തരത്തിലുള്ള കൊഴുപ്പുകളാണുള്ളത്. സാച്ചുറേറ്റഡ് കൊഴുപ്പിനെ മോശം കൊഴുപ്പ് എന്നും വിളിക്കുന്നു. ഇത്തരത്തിലുള്ള കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മാംസം, പന്നിയിറച്ചി, കൊഴുപ്പ് കൂടിയ പാലുൽപ്പന്നങ്ങൾ, വെണ്ണ, ക്രീം എന്നിവയിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. ദോഷകരമായ ട്രാൻസ് ഫാറ്റ്, ട്രാൻസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റി ആസിഡുകൾ എന്നും അറിയപ്പെടുന്നു. ട്രാൻസ് ഫാറ്റ് ഇല്ലാതാക്കുന്നത് ഹൃദ്രോഗം തടയുന്നതിനുള്ള ശക്തമായ മാർഗമാണ്. നല്ല കൊഴുപ്പുകൾ ആണ് ശരീരത്തിന് ആവശ്യം. രക്തത്തിലെ മോശം LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനൊപ്പം നല്ല HDL കൊളസ്ട്രോളിന്റെ അളവ് നിലനിർത്തിയാൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. പോളിസാച്ചുറേറ്റഡ് കൊഴുപ്പുകളിൽ omega-3 ഫാറ്റി ആസിഡുകളും omega-6 ഫാറ്റി ആസിഡുകളും ഉൾപ്പെടുന്നതിനാൽ ശരീരത്തിന് ഗുണം ചെയ്യും. ശരീരത്തിന് ഇത്തരം കൊഴുപ്പുകൾ സ്വന്തമായി ഉണ്ടാക്കുവാൻ സാധിക്കാത്തതിനാൽ അവശ്യ കൊഴുപ്പുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സോയാബീൻ, ചോളം, ഫ്ലക്സീഡ്, വാൽനട്ട് തുടങ്ങിയവയിൽ ഇവ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.